കൈലാസത്തിലേക്ക് കയറി ചെന്നതായ ചിത്രകേതു അവിടെ സാക്ഷാൽ ശ്രീ പാർവതീദേവിയെ മടിയിലിരുത്തി ഋഷീശ്വരന്മാർക്ക് മുൻപിൽ ബ്രഹ്മോപദേശം നൽകുന്നതായ ഭഗവാൻ മഹാദേവനെ കണ്ടു. ഇരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ഇരിപ്പ് കുഴപ്പം തോന്നിയില്ല, മഹാദേവൻ്റെ ഇരിപ്പിലും കുഴപ്പം തോന്നിയില്ല. പാർവതീദേവിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ ചിത്രകേതുവിന് അതത്ര സായില്ല. ഏഷലോകഗുരു സാക്ഷാൽ ധർമ്മം വക്താ ശരീരിണാം. ലോകഗുരുനാഥനായ മഹാദേവ, സാധാരണക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരിത് കാണുന്നതിലൊരു വിചാരം വേണ്ടേ? പ്രാകൃതന്മാർ പോലും ചില ഒളിയും മറയും നോക്കിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എന്നിരിക്കെ ഭാര്യയെ മടിയിൽ പിടിച്ചിരുത്തി ആലിംഗനം ചെയ്ത് ഉപദേശം ചെയ്യുന്നുവല്ലോ അങ്ങ് എന്ന് ചിത്രകേതു ഒരു വിഷമവും കൂടാതെ അവിടെ കൈലാസത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ അതിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ഇതിനപ്പുറം കേട്ട ആളാണ് ദക്ഷൻ്റെ മുഖത്തുനിന്ന്. പിന്നെ ഋഷീശ്വരന്മാർക്കും കുഴപ്പം തോന്നിയില്ല. എന്നാൽ പാർവതി ദേവിക്ക് സഹിച്ചില്ല. അയം കി മഥുനാലോകേ ശാസ്താ ദണ്ഡധര പ്രഭു, നീയാണോ ഇപ്പോൾ ത്രിമൂർത്തികളെയും നിയമം പഠിപ്പിക്കാൻ വന്ന ആൾ എന്നും പറഞ്ഞ് പാർവതീദേവി ചിത്രകേതുവിനെ ശപിച്ചു. അസുരനായി പിറക്കട്ടെ. ശാപം കഴിഞ്ഞതും ചിത്രകേതു പാർവതീദേവിയുടെ മുൻപിൽ നമസ്കരിച്ചു. ഒരമ്മ കുട്ടിയെ അടിക്കണത് ഒരിക്കലും മോശാവാനാവില്ല, നന്നാവാനല്ലേ. എൻ്റെ ഉള്ളിൽ എവിടെയോ ആ ഭഗവാനെ ഭജിക്കാനുള്ള ഭക്തിക്ക് ഒരു തടസ്സം, അഹങ്കാരത്തിൻ്റെ ഒരു ചെളി, അത് കളയാൻ അമ്മ നൽകിയതായ ഈ ശാപത്തെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നും പറഞ്ഞ് തിരുനാമം ജപിച്ചിറങ്ങിപ്പോകുന്നതായ ചിത്രകേതുവിൻ്റെ പരമഭക്തി കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക പാർവതീദേവി. അപ്പം മഹാദേവന് തോന്നി പ്രഭാഷണത്തിന് ചാൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണോ ഭഗവാനെക്കുറിച്ച് മഹാവിഷ്ണുവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അവസരം കിട്ടണത് അപ്പോഴൊക്കെ മഹാദേവനത് ഉപയോഗിക്കും. ദൃഷ്ടവത്യസി ശുശ്രോണി ഹരേരത്ഭുത കർമ്മണ. കണ്ടില്ലേ പാർവതി, വിഷ്ണുഭക്തന്മാരുടെ ധൈര്യം നീ കണ്ടില്ലേ? സ്വർഗത്തെയും നരകത്തെയും ശാപാനുഗ്രഹങ്ങളെയും സുഖദുഃഖങ്ങളെയും പുണ്യപാപങ്ങളെയും സമഭാവത്തിൽ കാണുന്നതായ ഈ ചിത്രകേതുവിനെ പോലെയുള്ള ഭക്തന്മാരുടെ വൈഭവം. സത്യം പറയട്ടെ, ഈ ഭക്തന്മാരെ കണ്ടിട്ടാ എനിക്കും അഹം ചൈവ അച്യുതപ്രിയ ഗുരുവായൂരപ്പനോട് ഇത്ര സ്നേഹം തോന്നി തുടങ്ങിയത്. ഞാനും ഭഗവാന്റെ ഭക്തനായത് ഈ വിഷ്ണുഭക്തന്മാരുടെ വൈഭവത്തെ കണ്ടിട്ടാ എന്ന് പാർവതീദേവിയോട് മഹാദേവൻ ഉപദേശിക്കുന്നതായ സമയം പാർവതീദേവിക്ക് തോന്നി ശപിക്കേണ്ടായിരുന്നു അല്ലേ. അമ്മമാർ ചിലപ്പോൾ വല്ലാണ്ട് കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ ആവേശത്തിന് കുട്ടിക്ക് അടിയങ്ങ് കൊടുക്കും. ഈ അടി കിട്ടി ഇവൻ കരഞ്ഞ് 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 വേദനിച്ച് ഉറങ്ങിയാൽ പതുക്കെ പോയിട്ട് കുപ്പായം മാറ്റി നോക്കൂ അത്രേ, എന്ത് വേദനിച്ചോ. ആ ഒരു മാതൃഹൃദയം പാർവതീദേവി പുത്രാന്ന് വിളിക്കുന്നുണ്ട്, ഉണ്ണി ചിത്രകേതു എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് തരണം ഞാൻ? എന്ത് വേണമെങ്കിലും തരാം, ശാപമോക്ഷം നീ വേണ്ടാന്ന് പറഞ്ഞു, വേറെ എന്താ ഞാൻ തരിക എന്ന് ചോദിച്ചപ്പോഴാണത്രേ ചിത്രകേതു പറഞ്ഞത്, മറ്റൊന്നും വേണ്ട, അസുരനാവാനും എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇപ്പോൾ ഭഗവാനിലേക്ക് ഞാൻ വച്ചിരിക്കുന്നതായ ആ ഒരു ഭക്തി അസുരനാകുമ്പോഴും എനിക്കുണ്ടാവണം, ആ ഭക്തി മാത്രമേ അടിയൻ ആവശ്യമുള്ളൂ എന്ന് പാർവതിയെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച ചിത്രകേതുവാണ് പരമഭക്തനായ വൃത്രാസുരനായി തീർന്നത് എന്ന് അവിടെ വർണ്ണിച്ചു. പിന്നീട് 2 അധ്യായങ്ങളെ കൊണ്ട് മരുതുൽപ്പത്തി എന്ന പ്രകരണം കൂടി പാടി. അസുരയോനിയിൽ പിറന്നിട്ടും ദേവന്മാരാവാൻ സാധിച്ച 49 ആൾക്കാരാണ് മരുത്തുക്കൾ. കശ്യപ പ്രജാപതിയുടെ അനേകം ധർമ്മപത്നികളിൽ പ്രധാന പത്നീപദത്തെ അലങ്കരിച്ചവരാണ് ദിതി, അദിതി എന്നുള്ളവർ. അതിൽ ദിതീദേവിയുടെ ചരിതമാണ് ആദ്യം ഇവിടെ പറയുന്നത്. ദിതീദേവി ഒരിക്കൽ കശ്യപ പ്രജാപതി ആശ്രമത്തിലേക്ക് കയറി വരുമ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടുകൂടി പെരുമാറി. വല്ലാണ്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ കശ്യപൻ വിചാരിച്ചു, എന്തൊരു സ്നേഹം ആ ഭാര്യയ്ക്ക് എന്നോട്. ആവേശത്തിന് ഇയാൾ എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതോടെ പുഞ്ചിരി പോവുകയും ചെയ്തു, മുഖമൊക്കെ മാറി. പുത്രം ഇന്ദ്രഹണം വൃണയേ,
എനിക്ക് നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ അതിഥിയുടെ പുത്രൻ ദേവേന്ദ്രൻ, അവനെ കൊല്ലാൻ പറ്റിയൊരു മകനുണ്ടാവണം. ഇത് ദിതീദേവി അങ്ങ് പറഞ്ഞതും കശ്യപൻ കുറച്ച് സമയമൊന്നും പുറത്തു പറഞ്ഞില്ല. പിന്നെ മനസ്സിലുള്ള ആലോചനയാണ്, എന്ത്, എങ്ങനെയാണ് ഞാൻ ഇവളെ വിശ്വസിക്കുക? ഇങ്ങോട്ട് വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് എന്നോട് പെരുമാറിയത് കണ്ടിട്ടല്ലേ ഞാനിതൊക്കെ പറഞ്ഞത്. അല്ലെങ്കിലും സ്ത്രീണാം കോ വേദചേഷ്ടിതം, ഈ സ്ത്രീകൾ ചിന്തിക്കുന്നതെന്താ, പറയുന്നതെന്താ, പ്രവർത്തിക്കുന്നതെന്താ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ശരൽ പത്മോത്സവം വക്ത്രം, ശരത്കാലത്തെ താമര പോലെ മുഖമുണ്ടാവും, വാക്കുകൾ നല്ല അമൃത് പോലെ തോന്നും. പക്ഷേ അവരുടെ ഉള്ളിൽ ഇരുതല മൂർച്ചയുള്ള കത്തിയാണല്ലോ എന്ന് ഞാനല്ല, കശ്യപ പ്രജാപതി ചിന്തിച്ചു. ഏതായാലും ഇവിടെ ആ കശ്യപ പ്രജാപതി എല്ലാ തരത്തിലും ഇങ്ങനെ ചിന്തിച്ച് ഭാര്യയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒരു വ്രതം ആരംഭിക്കണം. ശരി, വ്രതം ആരംഭിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 10-32 നിയമങ്ങൾ. ഈ നിയമങ്ങൾ വല്ലതും തെറ്റിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന കുട്ടി ഇന്ദ്രൻ്റെ കൂട്ടുകാരനായി തരും. തെറ്റിക്കില്ല. ഞാൻ വേഗം കടലാസും പെന്നും കൊണ്ടുവരാം, എന്നിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ദിതീദേവി പേപ്പറും പെന്നും ഒക്കെ എടുത്തു. കശ്യപൻ തുടങ്ങി. നച്ചിന്ത്യാൻ നഖരോമാണി ന സ്പൃശേൽ യദമംഗളം ന അപ്സുസ്നായാന്ന് കുപ്യേത ന സംഭാഷേത ദുർജനൈ